Hello, welcome to Daily Miles. Reading is to the mind what exercise is to the body. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇന്ന് ഞാൻ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന്. യെസ്, ഇറ്റ് ഇസ് അബൌട്ട് റീഡിങ്. നമ്മുടെ സ്കൂളിൽ റീഡിങ്ങിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്ന ഒരു സ്കൂളാണ്. അതിനുവേണ്ടി നമ്മുടെ സ്കൂളിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ട്, എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കും. ഓരോ ക്ലാസ്സിനും ഒരു ലൈബ്രറി സ്ലോട്ട് ഉണ്ടായിരിക്കും എല്ലാ വീക്കും. ഇതിന് പുറമെയായിട്ട് ഇതിന് കുറച്ച് യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു റീഡിംഗ് ബുക്കിൻ്റെ കൂടെ ഒരു റീഡിംഗ് ഡയറി കൂടി ഉണ്ടായിരിക്കും. അതായത് ഓരോ കുട്ടിക്കും ഒരു റീഡിംഗ് ബുക്കും ഡയറി, നമ്മളതിനെ റീഡിംഗ് ബുക്ക് ആൻഡ് ഡയറി എന്ന് പറയുമ്പോൾ അത് അവരൊരു സെറ്റായിട്ടാണ് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക. ഇനി എപ്പോഴൊക്കെ അവർ വായിക്കുന്നോ അപ്പോഴൊക്കെ അവരുടെ ഒരു അഡൽട്ട്, അതായത് പേരൻ്റ് ആയിരിക്കാം, ആരോടാണ് ഇത് വായിച്ചു കൊടുക്കുന്നത്, അവർ ഒരു കമൻറ്റ് മാർക്ക് ചെയ്യും. അതായത് എത്ര നന്നായിട്ട് വായിച്ചു അല്ലെങ്കിൽ എവിടെയൊക്കെ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് നോട്ട് ചെയ്യും. എന്നിട്ട് നമ്മളത് എല്ലാ വീക്കും കറക്റ്റ് ചെയ്യും. മാത്രമല്ല ഇത് കുറച്ച് റിവാർഡിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സും അല്ലെങ്കിൽ ഡോജോ പോയിൻറ്സും ഇതിൻ്റെ കൂടെ കൊടുക്കും. അതായത് ഒരു വീക്കിൽ എത്രത്തോളം വായിച്ചു, എത്ര ടൈംസ്, നമ്പർ ഓഫ് ടൈംസ് വായിച്ചു, അതിനനുസരിച്ച് നമ്മൾ ഡോജോ പോയിൻറ്സ് കൊടുക്കും. സോ കുട്ടികളുടെ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം റിവാർഡിംഗ് ആണെങ്കിൽ അത് ചെയ്യാനായിട്ട് അവർക്ക് കുറേ കൂടെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഇതുവഴി നമ്മൾ അവരുടെ റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, പ്ലസ് അവർക്ക് ആ ഒരു ഗുഡ് ചോയ്സിന് നമ്മൾ റിവാർഡ് കൊടുക്കുകയും ചെയ്യുന്നു. നമ്മളൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ എത്രത്തോളം റീഡിങ്ങിന് എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നൊന്ന് ചിന്തിക്കുക. ഇതൊക്കെ കണ്ടിട്ട് ഞാനും ഇവിടെ ലൈബ്രറിയിൽ ജോയിൻ ചെയ്തു, ഞാനും ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങി. ഇറ്റ്സ് റിയലി ഗുഡ്. സോ ഇതാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വിശേഷമായിട്ട് മറ്റൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.